ശബരിമലയിലെ മറ്റ് സാമ്പത്തിക ക്രമക്കേടുകളിലേക്കും കൂടി ഇഡിയുടെ അന്വേഷണം നീളുകയാണ്. ക്ഷേത്രത്തിലേക്ക് നൽകിയ സംഭാവനകൾ കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ടതടക്കം ക്രമക്കേടുണ്ട് എന്നുള്ള വിവരം ലഭിച്ചതായി ഇഡിയുടെ വാർത്താക്കുറിപ്പിൽ അറിയിക്കുന്നുണ്ട്. ആചാരവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങളിലും ക്രമക്കേട് നടന്നതായും സൂചന. സ്വർണം പൊതിഞ്ഞ വിശുദ്ധ വസ്തുക്കൾ മനഃപൂർവ്വം ചെമ്പ് തകിടുകൾ എന്നാക്കി തെറ്റായി ചിത്രീകരിച്ച് ക്ഷേത്ര പരിസരത്ത് നിന്ന് നിയമവിരുദ്ധമായി 2019 മുതൽ 2025 വരെയുള്ള കാലയളവിൽ നീക്കം ചെയ്തതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നും ഇഡി പറയുന്നുണ്ട്. വർഷം ശ്രദ്ധിക്കണം, 2019 മുതൽ 2025 കാലയളവ്. ബിനിൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, നിർണായക നീക്കം 21 കേന്ദ്രങ്ങളിൽ പരിശോധന ഇപ്പോഴും എല്ലായിടത്തും പുരോഗമിക്കുന്നുണ്ട്. അതിനിടയിൽ വന്ന ഇഡിയുടെ വാർത്താക്കുറിപ്പാണ് ഏറ്റവും ശ്രദ്ധേയം. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ 2019 മുതൽ തൊട്ടു മുൻപുള്ള 25 വരെയുള്ള ഭരണസമിതിയിലേക്ക് കൂടി സംശയങ്ങൾ നീങ്ങുന്ന തരത്തിലുള്ള സൂചനകൾ ഇഡിക്ക് മുന്നിൽ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയ്ക്കപ്പുറമുള്ള ക്രമക്കേടുകളുടെ സൂചനകളും ഇഡിക്ക് ലഭിച്ചിരിക്കുന്നു. തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നേരത്തെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടവർ ECIR രജിസ്റ്റർ ചെയ്ത ഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് ഇതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട്. കാരണം ഈ സ്വർണ്ണപ്പാളികൾ ഉരുക്കി അതിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത പ്രതികൾക്ക് അവർക്ക് അന്യായമായി പണം അവരുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ട് എന്നത് സത്യമാണ്. ആ പണം കള്ളപ്പണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ പണത്തിന്റെ മുന്നോട്ട് പോക്കത് എന്തിനൊക്കെ ഉപയോഗിച്ചു തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തുകയും അത് ഭൂസ്വത്ത് വാങ്ങിക്കൂട്ടുകയാണെങ്കിൽ അത് കണ്ടുകെട്ടുകയും ഒക്കെ തന്നെ ചെയ്യണം. അതാണ് ഇഡി ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇന്നത്തെ റെയ്ഡിന്റെ ലക്ഷ്യം എന്നത് അവരുടെ വാർത്താക്കുറിപ്പിന്റെ അവസാനത്തെ പാരഗ്രാഫിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ദ ഇൻവെസ്റ്റിഗേഷൻ ഹാസ് ഓൾസോ റിവീൽഡ് ഇൻഡിക്കേഷൻസ് ഓഫ് അതർ ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റീസ് ആൻഡ് സ്കാംസ് അറ്റ് ശബരിമല, including misappropriation related to temple offerings and rituals which are also being examined under the PMLA framework. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം വളരെ സിമ്പിളാണ്. കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പരിധിയിൽ നിർത്തിക്കൊണ്ട് ശബരിമലയിലെ മറ്റ് സാമ്പത്തിക ഇടപാടുകൾ എല്ലാം അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ്. എന്തുകൊണ്ട് അവർ ഇപ്പോൾ ഈ ദേവസ്വം ബോർഡിന്റെ തിരുവനന്തപുരത്തെ ആസ്ഥാനത്തിന് മുന്നിൽ കാത്തു നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കുറച്ചധികം കാലത്തെ ഈ ഫണ്ട് അക്കൗണ്ടുകളുടെ മുഴുവൻ രേഖകളും പിടിച്ചെടുക്കുക എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്ദേശിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാജ്യത്തിന്റെ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള അവരുടെ കൂടുതൽ ഉദ്യോഗസ്ഥരെ കേരളത്തിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഈ റെയ്ഡുകളൊക്കെ തന്നെ നടത്തുന്നത്. ഒരേ സമയം 21 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവർ തയ്യാറെടുത്ത് വരികയായിരുന്നു. എല്ലാ ഉദ്യോഗസ്ഥരെയും ഇന്നലെ തന്നെ കേരളത്തിൽ എത്തിച്ച് വളരെ ആസൂത്രിതമായി നടത്തിയിരിക്കുന്ന ഒരു മിന്നൽ പരിശോധന എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഈ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ടും സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ടും ഒരു രേഖയുമില്ല. കാരണം ആ രേഖകളെല്ലാം തന്നെ നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസ് പിടിച്ചെടുത്തതാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം മിനിറ്റ്സ് ബുക്ക് അടക്കം എല്ലാ രേഖകളും കസ്റ്റഡിയിലെടുക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെടുകയും അതെല്ലാം കസ്റ്റഡിയിലെടുക്കുകയും അത് പിന്നീട് SITക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഈ സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട രേഖകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത് നിന്ന് കിട്ടും എന്ന് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ അവിടുത്തെ മറ്റ് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളാണ് ഇഡി ലക്ഷ്യം വയ്ക്കുന്നത് എന്നത് ഈ വാർത്താക്കുറിപ്പിന്റെ അവസാനത്തെ ഖണ്ഡിക വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ സംഭവിച്ചാൽ വരാൻ പോകുന്നത് ശബരിമലയിലെ സ്പോൺസർഷിപ്പുകളുമായി ബന്ധപ്പെട്ട വലിയ തട്ടിപ്പുകൾ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ പല പൂജകളുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക ഇടപാടുകൾ പലരിൽ നിന്നായി നടത്തി എന്ന വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിലുണ്ട്. അതിലേക്കെല്ലാം അവരുടെ അന്വേഷണം പോകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ സ്പോൺസർഷിപ്പാണ് ഈ വലിയ തട്ടിപ്പായി അവിടെ നടന്നിരുന്നത് എന്നതാണ് SITയുടെ അന്വേഷണത്തിൽ പോലും വെളിവായിരിക്കുന്നത്. കാരണം ഈ സ്വർണ്ണപ്പാളി തട്ടിപ്പ് എന്നത്, ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം സ്പോൺസർഷിപ്പാണ്. ഒരു സ്പോൺസറെ രംഗത്ത് കൊണ്ടുവന്ന സ്പോൺസർ വഴി ശബരിമലയിലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോയി അതിലെ സ്വർണം ഊറ്റിയെടുക്കുകയാണ് ഈ സ്വർണ്ണക്കൊള്ള കേസിൽ ഈ പ്രതികൾ ചെയ്തത്. അതുപോലെ തന്നെ സമാനമായ രീതിയിൽ വലിയ സ്പോൺസർഷിപ്പ് തട്ടിപ്പുകൾ അവിടെ നടന്നിട്ടുണ്ട് എന്നതാണ് പുറത്തു വരുന്ന വിവരം. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഉൾപ്പെട്ട മണിമണ്ഡപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നവഗ്രഹ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പണപ്പിരിവ് നടന്നതായി വിവരമുണ്ട്.
ഉണ്ട്. 2017 സ്വർണ്ണ കൊടിമരം ഒരു സ്ഥാപനം അവർ മുഴുവൻ പണവും കൈമാറി, അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പൂർത്തീകരിച്ചതാണ് എന്ന് പറയുമ്പോഴും അതിന്റെ പേരിൽ മറ്റു ചില സ്ഥലങ്ങളിൽ നിന്ന് പണപ്പിരിവ് നടത്തിയെന്ന വിവരങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഇഡിയുടെ അന്വേഷണം പോയാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. ഈ സ്വർണ്ണപ്പാളി കേസിലെ അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രതികൾ മാത്രമായിരിക്കില്ല, അതിനും അപ്പുറത്ത് ശബരിമലയിൽ പല സംവിധാനങ്ങളുടെയും ഭാഗമായി അവിടെ വിലസിയിരുന്ന പലരുമുണ്ട്. അവരിൽ പലരും കുടുങ്ങാനുള്ള സാധ്യതയാണ് ഇഡിയുടെ നീക്കത്തിൽ നിന്ന് നമ്മൾ കാണാൻ കഴിയുന്നത്. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.